തെക്കേ ഇന്ത്യയിൽ ബി.ജെ.പിക്ക് ഒരിക്കലും പിടിമുറുക്കാൻ കഴിയില്ലെന്ന് കരുതിയവരുണ്ടായിരുന്നു. ഹിന്ദി ഭാഷാ പ്രേമം മുതൽ പാർട്ടിയിലെ വടക്കേ ഇന്ത്യൻ രീതികളും ഇതിന് കാരണമായി പറയുകയും ചെയ്തു. എങ്കിലും ആർ.എസ്.എസിന് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തുടക്കം മുതൽ തന്നെ സംഘടനാ സംവിധാനമുണ്ടായിരുന്നു. കർണാടകയിലാണ് ബി.ജെ.പി സ്വന്തം സാന്നിധ്യം ആദ്യം കാണിച്ചത്. അവിടെ ഭരണം പിടിക്കുക മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 ഒഴികെ എല്ലാ സീറ്റുകളും നേടുകയും ചെയ്തു. എന്നാൽ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികളുടെ അഭാവത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞതുമില്ല. കേരളത്തിൽ പ്രബലരായ സഖ്യകക്ഷികളെ കണ്ടെത്താൻ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ബി.ജെ.പി. എങ്കിലും 2-3 സീറ്റുകളിൽ വലിയ മത്സരം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. എന്നാൽ ഇത്തവണ ആന്ധ്രാപ്രദേശിൽ ടി.ഡി.പിയുമായി സഖ്യമുണ്ടാക്കിയതോടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പിടിക്കാമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. 400 സീറ്റ് ലക്ഷ്യത്തിൽ ബി.ജെ.പിക്ക് ഇത് പ്രധാനവുമാണ്. തമിഴ്നാട്ടിൽ മുൻ IPS ഉദ്യോഗസ്ഥനാണ് ഇന്ന് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ്. കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളാണ് ബി.ജെ.പി നടത്തുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തുനിന്ന് ജനവിധി തേടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. AIADMKയുടെ ദുർബലത വോട്ടാക്കി മറിക്കാമെന്നും ബി.ജെ.പി കരുതുന്നുണ്ട്. എന്നിരുന്നാലും ചെങ്കോലും പ്രധാനമന്ത്രിയുടെ പതിവ് സന്ദർശനവും തമിഴ് സംസ്കാരവും പാരമ്പര്യവുമെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താൻ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ കർണാടകയിൽ പ്രചരണം ശക്തമാകുകയാണ്. കലബുർഗിയിലും ശിവമോഗയിലും റാലികളോടെ പ്രധാനമന്ത്രി മോദി പ്രചരണം ഫ്ലാഗ് ഓഫ് ചെയ്തു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കർണാടക ഒരു നിർണായക പോരാട്ട ഭൂമിയാണ്. ദക്ഷിണേന്ത്യയിൽ പാർട്ടിക്ക് കാര്യമായ സാന്നിധ്യമുള്ള ഏക സംസ്ഥാനമാണിത്. 2019 സംസ്ഥാനത്തെ 28 സീറ്റുകളിൽ 25ലും ബി.ജെ.പി വിജയിച്ചു. അവർ പിന്തുണച്ച ഒരു സ്വതന്ത്രൻ അധിക സീറ്റ് നേടി. 370 സീറ്റുകളിൽ എത്തുമെന്ന പ്രതീക്ഷ പാർട്ടിക്കുണ്ടെങ്കിൽ കർണാടകയിൽ ഒരു സീറ്റും ഒഴിവാക്കാനാവില്ല. കർണാടക ബി.ജെ.പി നേരിടുന്ന പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളുണ്ട്. ഒന്നാമതായി, കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം പാർട്ടിയുടെ അണികൾക്ക് ഊർജം പകർന്നു. കർണാടക കോൺഗ്രസ് നേതൃത്വത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഐക്യമുന്നണി സ്ഥാപിക്കാൻ കഴിഞ്ഞു. രണ്ടാമതായി, ബി.ജെ.പിയുടെ സംസ്ഥാന തല നേതൃത്വം 2023 കാര്യമായ പിന്തുണ നേടിയില്ല. ബി.ജെ.പിയുടെ വിജയത്തിന് നിർണായകമായ ലിങ്കായത് വോട്ടുകളിൽ ഒരു വിഭാഗം കോൺഗ്രസിലേക്ക് മാറി. 2023 ദളിത് വോട്ടുകൾ കോൺഗ്രസിന് പിന്നിൽ ഉറച്ചുനിന്നു. ഇത് ബി.ജെ.പിക്ക് മറ്റൊരു ആശങ്കയാണ്. മൂന്നാമതായി, ബി.ജെ.പിയുടെ സിറ്റിംഗ് എംപിമാരിൽ ചിലർ താഴെത്തട്ടിൽ ഭരണവിരുദ്ധത നേരിടുന്നു. ഈ 3 വെല്ലുവിളികളും അഭിമുഖീകരിക്കുക എന്നതായിരിക്കും പാർട്ടിയുടെ കർണാടക പ്രചരണത്തിൻ്റെ കാതൽ. 2023 ബി.ജെ.പിയുടെ പ്രചരണം അതിൻ്റെ കേന്ദ്ര നേതൃത്വത്തെ ചുറ്റിപ്പറ്റിയാണ്. പ്രചരണം അവസാനിക്കാനിരിക്കെ നഗരങ്ങളിലെ വോട്ടർമാരെ ആകർഷിക്കാനുള്ള അവസാന നിമിഷത്തിൽ പ്രധാനമന്ത്രി മോദി ബംഗളൂരു നഗരത്തെ റോഡ് ഷോകളിൽ സംസാരിച്ചു.